ബി.ജെ.പി. അജണ്ടയിൽ കോൺഗ്രസ് വീഴരുതെന്ന മുന്നറിയിപ്പുമായി പി.എം.എ. സലാം. രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമാണെന്നും പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിനെ ക്ഷണിച്ചതിനെക്കുറിച്ച് കോൺഗ്രസ് തീരുമാനമെടുക്കണമെന്നും പി.എം.എ. സലാം പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിനു വ്യക്തത വരുത്തുന്നത്? ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. ബി.ജെ.പി. രാഷ്ട്രീയ ആയുധമാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത് എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. വേറെ തടസ്സമൊന്നുമില്ല. BJP അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും ഓരോ കിഴികൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇത് മാത്രമല്ലോ, BJPയുടെ നയവും അവർ ജനങ്ങളെ എങ്ങനെയൊക്കെ കൂപ്പിയിലാക്കാൻ ശ്രമിക്കുന്നു, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലും വർഗീയ കലാപം ഉണ്ടാക്കലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇതോടെ വർഗീയ വികാരങ്ങൾ ചൂഷണം ചെയ്യലാണ് BJPയുടെ നയം. അതാണ് BJPയുടെ ഒരു അജണ്ടയിലും വീണു കൊടുക്കരുത് എന്ന് തന്നെയാണ് ശക്തമായ നിലപാട്. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും സ്വാലിഹ കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ, നമുക്കറിയാം ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന ദേശീയ നേതൃത്വം വലിയ തരത്തിൽ പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലുമായിരിക്കുന്ന സാഹചര്യമാണ്. KC വേണുഗോപാലിനാകട്ടെ VD സതീശനാകട്ടെ കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ പറയുവാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ PM.A. സലാമും വിമർശനവുമായി രംഗത്തെത്തിയത്. വിവരങ്ങൾ എങ്ങനെയാണ്? രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം ലീഗിന് വീണ്ടും വെല്ലുവിളിയായിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മുൻപിൽ വീണ്ടും ഇത് ചർച്ചയ്ക്ക് വരികയാണ്. അയോധ്യയിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾ തന്നെ നടത്തിയ പരാമർശം മുസ്ലിം ലീഗിനെ ഞെട്ടിച്ചിട്ടുണ്ട്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർത്തും രാഷ്ട്രീയമാണ് എന്നാണ് ഇന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ക്ഷണിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. CPIM സംസ്ഥാന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് PM.A. സലാം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. BJPയുടെ അജണ്ടയിൽ വീഴരുത് എന്ന് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ രാമക്ഷേത്രം മാത്രമല്ല, ഒരു അജണ്ടയിലും കോൺഗ്രസ് പോയി വീഴരുത് എന്ന് മുസ്ലിം ലീഗ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ, കാന്തപുരം സുന്നികൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെയും പ്രതികരണം ഉണ്ടാകുന്നത്. അശ്വതി, സ്വാലിഹ, അതോടൊപ്പം തന്നെ അതായത് BJP അജണ്ടയിൽ കോൺഗ്രസ് വീഴരുതെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ PM.A. സലാമും നൽകുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ കോൺഗ്രസ് കൈക്കൊണ്ടാൽ ന്യൂനപക്ഷങ്ങളടക്കം മറ്റ് നേതൃത്വം തേടിപ്പോകുമെന്ന മുന്നറിയിപ്പും ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് തകർക്കുന്ന സമയം, പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം ലീഗിന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിന് ഇടയ്ക്കെല്ലാം ഇത് വലിയ ചർച്ച സ്വാഭാവികമായി ആവാറുണ്ട്. അത്തരത്തിൽ വീണ്ടും കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. അതേസമയം CPIM ഇതിനൊരു വ്യക്തമായ നിലപാട് പറയുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് തീർത്തും രാഷ്ട്രീയമായ പരിപാടിയാണ്, ഇതിൽ പോയി വീഴരുത് എന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്വാഭാവികമായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെട്ട ഒരു മുന്നണിയിൽ കേരളത്തിൽ നിൽക്കുകയാണ്. ഇത് വലിയ വെല്ലുവിളി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി മലബാറിലെല്ലാം ഉണ്ടാവും. സ്വാഭാവികമായി മുസ്ലിം സംഘടനകളെല്ലാം ഇതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വിരുദ്ധമായ നിലപാട് കോൺഗ്രസിനുണ്ട്. ആ നിലപാടിനൊപ്പം മുസ്ലിം ലീഗ് നിൽക്കുന്നത് സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ഈ പ്രതികരണം ഉണ്ടാവുന്നത്. അശ്വതി, ശരി.